ചൈനീസ് ഫ്ലവറോട് കൂടിയിട്ടുള്ള ചിക്കൻ മമൂസിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് 2 കപ്പ് മൈദ, 2 സ്പൂണ് കോൺഫ്ലവർ, പാകത്തിന് ഉപ്പ്, പാകത്തിന് വെള്ളം ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. അതിനോടൊപ്പം 2 സ്പൂണ് എണ്ണയും കൂടെ ചേർത്തിട്ട് മാവ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് കുഴച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവൊന്ന് ശരിയായി വരട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. ഫില്ല് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. നല്ല വലിയ 2 സവാള, ചെറുതാണെങ്കിൽ ഒരു 3-4 സവാള എടുത്തു. കാരണം ഫില്ല് ചെയ്യാൻ നമുക്ക് അധികം സവാളയാണല്ലോ കൂടുതലും വേണ്ടി വരിക. അപ്പോൾ നമുക്ക് സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് എണ്ണയിൽ കുറച്ച് എണ്ണയിൽ, ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണയിൽ വഴറ്റിയെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, ക്രിസ്പി ഒന്നും ആവേണ്ട സവാള. അതിലേക്ക് ഞാനൊരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എരിവിന് ആവശ്യമുള്ള ഒരു 2 പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ, ഒരു 2 സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ, ചൈനീസ് ഫ്ലേവർ വരാൻ നല്ലതാണ്. ആ സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണ്. അതൊന്ന് ക്രഷ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കൂടെ ചേർക്കേണ്ടതായിരുന്നു. ഞാൻ പക്ഷേ അത് മറന്നുപോയി. നിങ്ങൾക്കപ്പോൾ സവാള ഇടുന്ന ടൈമിൽ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ടതിന് ശേഷമാണ് പെട്ടെന്ന് ഓർത്തത്. അപ്പോൾ ഞാൻ അതിന് ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഓരോ സ്പൂണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴണ്ടി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. വഴണ്ടി വന്ന് കുരുമുളകിൻ്റെ ഇതൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നെ വേണ്ടത് 1 സ്പൂണ് സോയാ സോസാണ്. നമ്മുടെ ഈ ചൈനീസ് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമുക്ക് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവെടുത്ത് നമുക്ക് നല്ലോണം പരത്തി നമുക്ക് മമൂസ് റെഡിയാക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ചില്ലി സോസ് ഉണ്ട്, ഒരു ഗാർലിക് ചില്ലി സോസ് ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ഇടാമത്. നല്ല ടേസ്റ്റിയാണ്. അത് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കട്ടൻ ചായയും ഇതും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് മമൂസ് അങ്ങനെ റെഡിയായി. ആവി കയറ്റി ഇടിയപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇപ്പം മൈദപ്പൊടിയുടെ കൂടെ നമ്മൾ കോൺഫ്ലവറിൻ്റെ പൗഡറും കൂടി ഇട്ടത് കൊണ്ട് ചെറിയൊരു ക്രിസ്പിനെസ്, അതായത് ഒരു ഹാർഡ്നെസ് ഉണ്ട്. ഭയങ്കര സോഫ്റ്റ് അല്ല. അപ്പോൾ നമ്മൾ ചില്ലി സോസ് നല്ല ടേസ്റ്റാണിത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് എള്ളിൻ്റെ വെളുത്ത എള്ളൊക്കെ ചേർത്തിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ കട്ടൻ ചായയുടെ കൂടെ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.